സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷം തിരിച്ചുകയറ്റം. പവന് വില 720 രൂപ ഉയർന്ന് 1,08,720 രൂപയായി. സ്വർണ്ണവിലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ചാഞ്ചാട്ടം ഇനി എത്ര കാലം തുടരുമെന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2026 തുടക്കത്തിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരങ്ങളിൽ എത്തിയിടത്തു നിന്നാണ് പിന്നീട് താഴേക്കിറങ്ങുന്നത് നാം കണ്ടത്. എന്നാൽ ഒട്ടും ആശ്വസിക്കാൻ വകയില്ല. സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. വിപണിയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. സ്വർണ്ണവിലയിൽ ഈ മാസം മാത്രം 15% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും വീണ്ടും കുതിച്ചുയരുകയാണ് ഈ പൊന്ന്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് തിരിച്ചുകയറ്റം സംഭവിച്ചിരിക്കുന്നത്. ഗ്രാം വില 90 രൂപ വർദ്ധിച്ച് 13,590 രൂപയും പവന് വില 720 രൂപ കൂടി 1,08,720 രൂപയിലുമാണ് വ്യാപാരം. 18 ക്യാരറ്റിന് ഗ്രാമിന് 75 രൂപയാണ് കൂടിയത്. ഗ്രാം വില 11,170 രൂപയും 14 ക്യാരറ്റിന് ഗ്രാമിന് 8,700 രൂപയും 9 ക്യാരറ്റിന് 5,610 രൂപയുമാണ് ഇന്നത്തെ വ്യാപാര വില. ഇന്ന് രാവിലെ സ്വർണ്ണ വ്യാപാരം ആരംഭിച്ചത് ഗ്രാമിന് 75 രൂപ കുറഞ്ഞാണ്. 13,500 രൂപയിലായിരുന്നു വ്യാപാരം. പവന് 600 രൂപയായിരുന്നു കുറഞ്ഞത്. 1,08,000 രൂപയിലായിരുന്നു വ്യാപാരം നടന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം എല്ലാം തകിടം മറിഞ്ഞു. രാജ്യാന്തര വില വർദ്ധിച്ചതിനെ തുടർന്ന് കേരളത്തിലും വില വർദ്ധിക്കുകയാണ്. ഇന്ന് ഔൺസ് സ്വർണ്ണവില 2% ഉയർന്ന് $4,550 നിലവിൽ $4,537 വ്യാപാരം പുരോഗമിക്കുന്നത്. ഈ മാസം സ്വർണ്ണവില 15% ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. 2008 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചതാണ് ഇതിനുള്ള പ്രധാന കാരണമായി പറയുന്നത്. കൂടാതെ ക്രൂഡ് ഓയിൽ വില റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയത് പണപ്പെരുപ്പ ആശങ്കകൾ വർദ്ധിപ്പിച്ചാണ് വിലയെ ബാധിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പം, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്കിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തോടുള്ള താൽപര്യം വർദ്ധിക്കുന്നതും വിലക്കയറ്റത്തിന് കാരണമാകുന്നു. പ്രത്യേകിച്ച് വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും വിപണിയിൽ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം മികച്ചൊരു സാമ്പത്തിക കരുതൽ കൂടിയായതുകൊണ്ട് വിലയിലെ മാറ്റങ്ങൾ പ്രാദേശിക വിപണിയെ വേഗത്തിൽ സ്വാധീനിക്കും. കൂടാതെ ഇന്ന് ഒരു ആഭരണം വാങ്ങണമെങ്കിൽ ആഭരണ വില ലക്ഷം കടന്ന് കുതിക്കുകയാണ്. വിപണിയിലെ സ്വർണ്ണവിലയ്ക്ക് പുറമെ പണിക്കൂലി, 3% GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ചേരുമ്പോഴാണ് ആഭരണത്തിന്റെ അന്തിമ വില ഈടാക്കുന്നത്. ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിൽ വീണ്ടും മാറ്റം വരും. കുറഞ്ഞത് 5% മുതലാണ് പണിക്കൂലിയായി ജ്വല്ലറിക്കാർ ഈടാക്കുന്നത്. ഇതനുസരിച്ച് ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഉപഭോക്താക്കൾക്ക് 1,16,000 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. മാർച്ച് 23-ന് സ്വർണ്ണവില 1,00,000-ന് താഴെ എത്തിയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലാണ് വില ലക്ഷം കടന്ന് കുതിക്കുന്നത്. എന്തായാലും അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായാൽ ഈ പ്രവണത മാറി സ്വർണ്ണവില വീണ്ടും ഉയരാൻ തന്നെ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.